ഹലോ ഗായ്സ്. സോ നമ്മൾ ഇന്ന് നമ്മുടെ ചോക്ലേറ്റ് ട്രോളി ഹാമ്പറിനെ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനാണ് ഇതിന്റെ ഓണർ. സോ ഗൈസ്, ഞാൻ നാത്തൂൻ്റെ വീട്ടിലേക്ക് വന്ന കേട്ടോ ഈ ഒരു ഗീവ് അവേ വിന്നറിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നാത്തു ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നായിരുന്നു നാത്തൂന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങി നീച്ചിട്ട് നേരെ അങ്ങോട്ട് വരാം, എൻ്റെ അമ്മക്ക് ഒന്നിച്ചിട്ട് വീഡിയോ എടുക്കാമെന്നുള്ളത്. അങ്ങനെ ഞാൻ ട്രോളൊക്കെ ആയിട്ട് നേരെ അങ്ങോട്ട് പോയതാട്ടോ. ചോക്ലേറ്റ്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിൻ്റെ വിന്നറിനെ ഉടനടി പിക്ക് ചെയ്യുന്നതായിരിക്കും. അതിന് മുന്നേ ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെ ചോക്ലേറ്റ്സാണ് ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എല്ലാ പ്രാവശ്യം ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഒരിക്കലും സാഡ് ആവരുത് കിട്ടിയില്ല എന്ന് വെച്ചിട്ട്. കാരണം ഇത് ഭയങ്കര ലക്കാണ്. 1,00,000 കമൻസ് ഉണ്ട് നമ്മളെ ഈ ഒരു ഗിവ് അവേ വിന്നറിൻ്റെ ആ ഒരു ഗിവ് അവേൻ്റെ വീഡിയോയിൽ 1,00,000 കമൻസ് ഉണ്ട്. അതിന്ന് വളരെ 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 റെയറായിട്ട് ഒരൊറ്റ ഒരാൾ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ആ ഒരൊറ്റ ആൾ എന്തുകൊണ്ടും അത്രയും ലക്കിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നാത്തൂനൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ്. ഞാൻ പറഞ്ഞു ജസ്റ്റ് നമുക്കൊക്കെ ഒന്ന് ട്രോളിയിലൊക്കെ പാക്ക് ചെയ്ത് വെക്കാന്ന്. അങ്ങനെ ഓരോന്നോരോന്ന് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, എന്താ പറയുക, ഇപ്പോൾ ഇത് നിങ്ങൾ കിട്ടില്ല വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കാൻ നിൽക്കണ്ട. നമ്മൾ അടുത്ത ഗിവ് അവേ പെരുന്നാളിൻ്റെ അന്നോ അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ തലേന്നോ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തൊക്കെയാണ് വെക്കാൻ ആഗ്രഹം എന്നുള്ളത്, കിട്ടാൻ ആഗ്രഹം എന്നുള്ളത്. അടുത്ത പ്രാവശ്യം എന്തായാലും ഇൻഷാല്ലാ ഞാൻ ഹാൻഡ് ബാഗ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് പേർക്ക് അത് ഇഷ്ടമാണെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഹാൻഡ് ബാഗ്സ് ഒക്കെ വെക്കുമെന്നുള്ളത്. അപ്പോൾ നാത്തൂനില്ല, ഞാൻ ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് ഇത് 3 കമ്പാർട്ട്മെൻ്റ് അല്ല വരുന്നത്. അപ്പം 3ാമത്തെ കമ്പാർട്ട്മെൻറ്റ് തുറന്നിട്ട് അതിൽ പ്രിങ്കിൾസ് എടുത്ത് വെക്കുമ്പം എൻ്റെ നാത്തൂൻ്റെ എക്സ്പ്രഷൻ കണ്ടോണ്ടിയേ. ഞാൻ അതെടുത്ത് ഇങ്ങനെ അതിലൊക്കെ വെച്ചപ്പം ഓളിൻ്റെ അടുത്ത് പറയാണ്, ഇനിയല്ല ഈയല്ല ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഒന്നും കൂടി റീപ്ലേസ് ചെയ്തെടുക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടോ? നല്ല കുരുത്തക്കേടാട്ടോ. അത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ കാണിച്ചെന്നത്. ആൾ പീക്കിലാണെങ്കിൽ നല്ല കുരുത്തക്കേടാണ്. അപ്പോൾ ഇൻഷാല്ലാ പിന്നെ കുറേ ഞാൻ Q&Aൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ Q&Aയിൽ നമ്മളെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇൻഷാല്ലാ ഈ വരുന്ന ഞായറാഴ്ച Q&A ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട് Q&Aൻ്റെ പോസ്റ്റ്. അതിൽ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഞാനും ഷേഹി ഇരുന്ന് വായിക്കൽ തന്നെയാണ് കമൻറ്റ്സ്. ഞാൻ സത്യം പറഞ്ഞിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നില്ല, ഓളാണ് മൊത്തം വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഗിവ് അവേൻ്റെ വിന്നേഴ്സിനെ പിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട് ലിങ്ക്. എന്നിട്ട് കമൻറ്റ് പിക്കർ വഴിയായിട്ട് എടുക്കുന്നത്. ഗൈസ്, നമ്മളിതാ ഗിവ് അവേൻ്റെ വിന്നറിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഗൈസ്, ഇത് കിട്ടിയത് ഒരാൾക്കാണ്. ആ ഒരാൾ അത്രയും ലക്കിയാണ്. ഇതൊരു ആഡാണ് കേട്ടോ. ആ ആഡ് ഞാൻ എന്താ പറയുക, നോട്ട് നൗ ഒന്നും മേ ബി ലേറ്റർ എന്ന് പറഞ്ഞ് അടിച്ചു വിടുന്നുണ്ട്. സോ ഹിയർ ഈസ് അവർ വിന്നർ റിഫാദ് എന്നാട്ടോ. മുഹമ്മദ് റിഫാദ് എന്നാണ് അക്കൗണ്ടിൻ്റെ പേര് വരുന്നത്. എൻ്റെ പൊന്നെ, നീ ഉണ്ടല്ലോ മോനെ, എന്തും കൊണ്ടും അത്രയും ലക്കിയാണ്. കാരണം 1,00,000 കമൻസ് എന്നാണ് ഈ ഒരു ഒറ്റാക്ക് ഗിവ് അവേൻ്റെ വിന്നറായിട്ടുള്ളത്. സോ കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട. അപ്പോൾ റിഫാദ് എന്തായാലും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക. ബയോയിലുണ്ട് ഇൻസ്റ്റഗ്രാം ഐ ഡിയൊക്കെ, മോട്ടോഫുഡി ഓർ TZ- ഇതിലേതിലും മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. റിഫാദ് എന്തായാലും കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ 3 ദിവസം വെയിറ്റ് ചെയ്യുള്ളൂ. 3 ദിവസം കൊണ്ട് ഈ കോൺടാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത ആൾക്ക് ഈ ഗിവ് അവേ കൊടുക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത്, അടുത്ത ഗിവ് അവേ എന്തായാലും കിട്ടോടാ, സെറ്റാക്കുക. നിങ്ങളെ വിഷമിക്കല്ലേ കേട്ടോ. എനിക്കറിയാം ഇപ്പോൾ ഒരുപാട് പേർക്ക് സങ്കടമായിട്ടുണ്ടാവും എന്നുള്ളത്. സങ്കടപ്പെടേണ്ട. കാരണം ഞാൻ എല്ലാ മാസവും അതുപോലെ ഗിവ് അവേ കൂടാതെ തന്നെ ബെസ്റ്റ് കമൻറ്ററിനുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നില്ലേ, സബ്സ്ക്രൈബേഴ്സിനുള്ള ഗിഫ്റ്റൊക്കെ ഞാൻ തരുന്നില്ലേ. അപ്പോൾ ഇൻഷാല്ലാ എന്തായാലും ഒരു ദിവസം നിങ്ങളെ കയ്യിലും കിട്ടും. ഞാനിതിലുള്ള എല്ലാ കമൻസും ഇങ്ങനെ നോക്കാട്ടോ. ഒരുപാട് പേര് അത്രയും ആഗ്രഹിച്ച് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. പക്ഷെ എന്താ ചെയ്യുക, വിധിയല്ലേ, നമുക്ക് തടുക്കാൻ പറ്റില്ലല്ലോ. ഒരാൾക്കല്ലേ എന്തായാലും അത് കിട്ടുള്ളൂ വിന്നറായിട്ട്. അപ്പോൾ അടുത്ത ഗിവ് അവേയിൽ നമുക്ക് 2 വിന്നേഴ്സിനെ വെക്കാം. അപ്പോൾ നിങ്ങൾ പറ എന്തൊക്കെയാണ് അടുത്ത ഗിവ് അവേയിൽ വേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ സോ അത്രയുള്ള ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.